ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ എവിടെ തിരിഞ്ഞാലും കാണുന്നത് ഈ ഒരു ഐറ്റമാണ്, ഇറാനി ചായയും കൂടെ ബൺ മസ്കയും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഈ രണ്ട് ഐറ്റത്തിനെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി അധികം കാശിന് കൊടുക്കേണ്ടി വരും. വീട്ടിലാണെങ്കിലോ നമുക്കത് വളരെ സിമ്പിളായിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബൺ മസ്കയിലേക്കുള്ളൊരു ക്രീം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല, എന്നാലും ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പ്രത്യേകം പറയാണ്, ബൺ മസ്കയിൽ ഒരുപാട് മധുരമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ബാലൻസ് ആയിട്ട് തന്നെ നിങ്ങൾ അത് ഒഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ. ഇത് അടിച്ച് നല്ല ക്രീം പരുവത്തിലാവുന്ന വരെ നമ്മളിത് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടല്ലോ, ഇത് നല്ല ക്രീമായി വന്നിട്ടുണ്ട്. മാത്രമല്ല കളറൊക്കെ നല്ല പോലെ ചേഞ്ചായി വന്നിട്ടില്ലേ. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബണ്ണ് കട്ട് ചെയ്ത് ഇതിൻ്റെ നടുക്കും നമ്മൾ ഈ ഒരു ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കണം. ഫില്ലിങ് നമുക്ക് എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നമുക്ക് ചെയ്യാം കേട്ടോ. ചിലർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇതിൽ ക്രീം ഒരുപാട് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ബണ്ണ് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഇതിൻ്റെ അകത്ത് നമ്മളത് ഫില്ല് ചെയ്ത് കണ്ട് പ്രസ് ചെയ്യൂലേ, ആ സമയത്ത് കുറച്ച് പുറത്തേക്ക് വരും. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ എക്സ്ട്രാ നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക കേട്ടോ. അത് ഞാൻ 3 എണ്ണം വീതമാണ് എടുത്തേക്കുന്നത്. പട്ട ഒരു 2 ചെറിയ കഷ്ണമാണ് എടുത്തേക്കുന്നത്. ബാക്കി 2 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് തേയിലയാണോ അത് എനിക്ക് ഉപയോഗിക്കാം. നല്ലതാകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്നിട്ട് ഇത് നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത് കേട്ടോ. സാധാരണ അവർ ഈ മൈദയൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അടപ്പ് വെച്ചിട്ട് അടച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളിവിടെ ദം ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഇറാനി ചായയുടെ ഡിക്കോക്ഷൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് മീഡിയം ഫ്ലെയിമിലും ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പോവരുത് കേട്ടോ. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിലെ വെള്ളം മൊത്തം അങ്ങ് വറ്റിപ്പോവും. മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആ ഒരു ഡിക്കോക്ഷൻ കിട്ടത്തുമില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അത് ഞാനൊരു ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ളൊരു പാല് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 മില്ലി പാലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പോ 1.5 കപ്പിലൊക്കെ ചെയ്തെടുത്താലും മതിയാവും. എത്രയാണോ നിങ്ങൾക്ക് ചായ വേണ്ട അതിനനുസരിച്ചിട്ട് അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ തിളപ്പിച്ചിട്ട് ഏകദേശം പകുതിയാക്കി എടുക്കണം കേട്ടോ. പകുതിയാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് തിളപ്പിക്കുന്നതിൻ്റെ മുൻപ് അതിലേക്ക് കുറച്ച് എക്സ്ട്രാ പാൽപ്പൊടി കൂടെ ചേർക്കുക. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കുറുക്കിയെടുത്താലും മതിയാവും കേട്ടോ. എന്നാലും നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്യും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഡിക്കോക്ഷൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയിലേക്ക് ഈ പാലോട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. ഈ ഒരു ഇറാനി ചായയിൽ മുക്കിയിട്ടാണ് നമ്മുടെ ബൺ മസ്ക് കഴിക്കുന്നത് കേട്ടോ. ക്രീം ബണ്ണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.